ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി ഒരുപോലെ രണ്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു പേഴ്സണായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ രണ്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിലൊരെണ്ണം നിങ്ങളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരുപോലെ കൊണ്ട് നടക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപോലെ ഉത്തരവാദിത്തമുള്ള രണ്ട് കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് സിറ്റുവേഷനും ഒരുപാട് നാൾ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിസ്ട്രോയ് ആയിട്ടുണ്ടാവാം, തകർന്നു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ നമ്മുടെ കൈകളിലിരിക്കുന്നു. അപ്പോൾ നമുക്ക് വല്ലാതെ കൈവേദനിക്കുമ്പോൾ നമ്മൾ എന്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് താഴ്ത്ത് വയ്ക്കാനായിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു പേഴ്സൺ ഒരുപക്ഷെ താഴെ ഇട്ടത് ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം. ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ഒരുപോലെ വന്നപ്പോൾ അതിനകത്ത് തിരഞ്ഞെടുത്തത് മറ്റൊന്നും ചൂസ് ചെയ്യാതെ താഴെ വെച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പും ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ക്ലാഷസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു എനർജി നല്ലതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി ചിലപ്പോൾ പൂർണ്ണമായിട്ട് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്കെന്നോ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള പാളിച്ചകളൊന്നും ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എല്ലാം സഫർ ചെയ്തതുപോലെ ആയിരിക്കണം നിങ്ങളോട് അവർ ചിലപ്പോൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റം. കാരണം ഇവരെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ സ്നേഹം, താല്പര്യം, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളൊരു സമയത്ത് പോലും അവർ ചിലപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അവരെ തന്നെയായിരിക്കും. കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അതായത് അവരുടെ കാര്യങ്ങൾക്ക് തന്നെയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആഫ്റ്റർ ഓൾ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾക്കാണ് അവിടെ ഒരു പ്രഥമ പരിഗണന കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷമായിരിക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ഈ ഒരു പേഴ്സൺ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്നേഹമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളതല്ല, പക്ഷേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അത്തരത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തകർച്ച സംഭവിക്കുന്നൊരു സിറ്റുവേഷൻ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ അതിൻ്റെ ഒരു പഴി ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ സാഹചര്യത്തിനെ പഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടി ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അത്തരത്തിലുള്ളൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത്. അപ്പോൾ കറൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആകെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവരിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിവാക്കിയത് നിങ്ങളെ മറ്റൊരു കാര്യമായിട്ട് ചൂസ് ചെയ്തായിരിക്കും അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും അവരിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ആരുമായിട്ടുമുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കിട്ടുന്നില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ക്ലോസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും അവരുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒഴിവാക്കി അവർ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴിയിലും അവരിപ്പോൾ തനിച്ചായിട്ട് നിൽക്കുന്നുണ്ട്. അവർ കൂടെ ഉണ്ടാകും എന്ന് കരുതിയിട്ടുള്ള വ്യക്തികളുടെ ഒരു സഹകരണം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അവർ മെൻ്റലി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്കിപ്പോൾ അവരെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ആരുമായിട്ടെങ്കിലും സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അസ്തമിച്ചൊരു അവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സഹകരണം ഇപ്പോൾ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയാണ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവർ അവരുമായിട്ടാണ് കൂടുതൽ കോപ്പറേറ്റ് ചെയ്തിരുന്നതെങ്കിൽ അതിനകത്ത് ക്ലാഷസ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇവരോട് പഴയ രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം നമുക്ക് കാണുന്നുണ്ട്.
അതായത് ഈ ഒരു ബന്ധത്തിനകത്ത് തകർച്ച വന്ന ശേഷം ചിലപ്പോൾ രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അടുക്കാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷന് മാറ്റം വരണം, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ള ഈ ഒരു പേഴ്സൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തത് എന്തിനാണോ അതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിലും അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവരെന്താണോ വിചാരിച്ച ആ ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കായിട്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ അവരുമായിട്ട് യാതൊരു സഹകരണം ഉണ്ടാവാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും സേഫായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്താണ് ഈ ഒരു പേഴ്സൺ അത്രയും ഒരു എനർജറ്റിക്കലി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന ഒരു സ്പ്രെഡാണ്. അപ്പോൾ ജസ്റ്റ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ ഈ ഒരു വ്യക്തി ഒഴിവാക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ ഈ ഒരു പേഴ്സൺ മാറിപ്പോയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെ തുടർന്ന് ഇതിനകത്ത് തകർച്ച സംഭവിച്ചതായിട്ടും കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതലും റെസൊനേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് വീണ്ടും ബാലൻസിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങളോടൊപ്പം മാത്രമേ കഴിയൂ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു കംഫർട്ട് സോണിലോട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കുറച്ച് വ്യക്തികൾക്കെങ്കിലും ഇതിനോടൊക്കെ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റെസ്പോൺസ് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല, എങ്കിലും കുറച്ച് പേർക്കെങ്കിലും കിട്ടിക്കാണണം. കാരണം ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ആരോടും ഒന്നും ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ ആരുടെയും വാക്കുകൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കാത്തൊരു സമയമൊക്കെ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതുപോലെ തന്നെ തേർഡ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആരുടെയും വാക്ക് കേൾക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ അവരുടെ കംഫർട്ട് സോൺ മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പോയാൽ ശരിയാവില്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഡിറ്റർമിനേഷൻ എടുത്ത് മുന്നോട്ട് പോവാണ്. അതിനകത്ത് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഇനിയും വീണ്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടരുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടായേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. പക്ഷെ അവരതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, കൂടുതൽ ആലോചിച്ച് തലപുണ്ണാക്കാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആരുടെ ഉപദേശം അവർ സ്വീകരിക്കുന്നില്ല. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമാണ് അവർ കൂടുതൽ സേഫ് എന്ന് അവർ കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിലേക്ക് വരുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ആ ഒരു എംപ്രസ് എനർജിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഓടി വരാൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളൊരിക്കലും ചിലപ്പോൾ അവരെ ലൈഫിൽ ഒറ്റക്കാക്കി പോവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയൊക്കെ ആയിട്ട് ഒട്ടും സഹകരണം ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അനുഭവിക്കില്ല എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇനി അങ്ങനെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ നമ്മൾ കൈവെള്ളയിൽ വെച്ച് കൊണ്ട് നടക്കുക എന്ന് പറയുന്ന പോലെ അതുപോലെ ആയിരിക്കാം നിങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത്രയും സപ്പോർട്ടായിട്ട് നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ടാവാം, കെയറിങ് കൊടുത്തിട്ടുണ്ടാവാം. സ്നേഹത്തോടൊപ്പം തന്നെ നിങ്ങൾ പല തരത്തിലും ഈ ഒരു പേഴ്സണെ കംഫർട്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇതിലേക്ക് വരണം, അല്ലെങ്കിൽ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കേണ്ട കാര്യമില്ല, എനിക്കിതാണ് കംഫർട്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇതാണ് ശരിയെന്ന് തോന്നുന്നു, സോ ഞാൻ അതിലേക്ക് പോകും എന്നുള്ള ആ ഒരു നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാശി ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ തന്നെ അങ്ങനെ ആയിരിക്കാം. ഒരാൾ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരാളെന്ന് പറയുന്നത് വളരെയധികം പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. എന്താണ് അപ്പോൾ ഉചിതം, അല്ലെങ്കിൽ എന്താണ് മുന്നിലേക്ക് പോകാൻ ഏറ്റവും നല്ലത്, ആ ഒരു വഴി തിരഞ്ഞെടുക്കുന്ന പ്രകൃതമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ ഇമോഷണലി അത്രത്തോളം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ആ ഒരു വ്യക്തി എല്ലാവിധ ക്ലാരിറ്റിയോടും കൂടി വരാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്ന് പറയണം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സത്യങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിവീൽ ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന എനർജീസ് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ആ ഒരു സീക്രസി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും
എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റിയോ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയെന്ന് വരില്ല. വീണ്ടും ഒരു റീകൺസിലിയേഷൻ വേണം എന്നാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളത്. അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി തരാനോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടോ ഒന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു സീക്രസി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കോൺടാക്റ്റ് ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഡൻ അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് കോൺടാക്റ്റ് കിട്ടുന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു എനർജിയിലാണുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് ആലോചിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് ഇപ്പോൾ ആപ്റ്റായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അവർക്ക് വളരെയധികം കംഫർട്ടായിട്ട് നിങ്ങളുടെ അടുത്ത് തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു കോണ്ടാക്റ്റ് വേണം അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. കാരണം ചില വ്യക്തികളുണ്ട് ബാക്കിയെല്ലാം പിന്നെ ആദ്യം ഒന്ന് സംസാരിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ബന്ധത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനുശേഷം ബാക്കി എന്താണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ എത്രയും വേഗം ഈ ഒരു പേഴ്സൺ വന്ന് കിട്ടിയാൽ മതി എന്നുള്ള ഒരു എനർജിയിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. കാരണം ഇവിടെ ഈ ഏതൊക്കെയോ ഒരു നിമിഷത്തിലെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ അതുപോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആരും അവരുടെ ലൈഫിൽ തന്നെ ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ നിങ്ങളെ ഒഴിവാക്കി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ പോലും ഈ ഒരു പേഴ്സൺ ആ ഒരു പ്രയോറിറ്റിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഉടനെ നിങ്ങളിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ ആ ഒരു വീൽ എനർജിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് എത്തും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ചിലരെങ്കിലും. ചിലവർ ചിലപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. ഇനി അതുപോലെ നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന രണ്ട് മെയിൻ ഒറാക്കിൾസ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് ഫ്രീഡം എന്നുള്ളൊരു എനർജിയാണ്, അതുപോലെ തന്നെ വണ്ടേഴ്സ് എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് രണ്ടാമതായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുമ്പോൾ ഒരു സ്വാതന്ത്ര്യമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതൊരു ചട്ടക്കൂടിനകത്ത് പോകുമായിരുന്നു, ആരുടെയെങ്കിലുമൊക്കെ പ്രേരണ കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ തന്നെ മാറിപ്പോകുന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഇതിനകത്ത് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫ്രീഡം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അതുപോലെ തന്നെ ആ ഒരു വണ്ടേഴ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഈ ഒരു പേഴ്സൺ മറ്റൊരു സിറ്റുവേഷൻ തേടി പോയതാണല്ലോ, എന്നെ വേണ്ടാന്ന് വെച്ചതാണല്ലോ, ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള ആ ഒരു അവിശ്വാസം ചിലപ്പോൾ നിങ്ങൾക്ക് പോലും തോന്നിയേക്കാം. ഒരുപക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഒരു എൻട്രി ഉണ്ടാവുന്നത്. അവരിൽ നിന്നൊരു കോളോ അല്ലെങ്കിൽ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്ന് തടസ്സമായിട്ട് അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വീണ്ടും ആരംഭിക്കുന്ന ഒരു എനർജിയാണ് മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ ഒരു റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.